ഈ പാതിരാത്രി കിടന്ന മണിയടിക്കുന്നത് അത് മയ്യഴിപ്പള്ളീൻ്റെ ക്ലോക്കാ. പണ്ട് ഫ്രഞ്ചുകാർ കൊണ്ട് വെച്ചാ. അതിൻ്റെ വെച്ചാ മാഹി മുഴുവനും കേൾക്കും. കുറച്ചു കാലം നമ്മൾ രണ്ടാളും മാത്രം മതി. നിങ്ങൾ മറ്റേത് കരുതിനാ? എന്ത്? നിങ്ങൾക്ക് ഒന്നും അറിയില്ല. എനിക്ക് മനസ്സിലായില്ല. കോണ്ടം ഒരു ചെയ്യൂല. നിങ്ങൾ കരുതിയിട്ടുണ്ടോ? എന്നാ പിന്നെ ഉറങ്ങിക്കും. സജീവൻ ഇനി എണീറ്റില്ലേ മോളെ? ഇന്നലെ രാത്രി മുഴുവൻ കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഓ, ഓനെങ്ങനെയാ കിടക്ക കണ്ട അപ്പം ഉറങ്ങും. ഓനെപ്പോഴും അങ്ങനെയാ. ചിലപ്പോൾ നട്ടുച്ച എഴുന്നേക്കാൻ. പിന്നെ ഇപ്പോഴാണ് ഓട്ടത്തിന് പോകാം. ഓ, ഓന് തോന്നുമ്പോൾ പോവും. ഇനി വേണം ഓനെ നേരെയാക്കാൻ. കേട്ടോ മോളെ? അമ്മേ ചായ. പേപ്പർ വന്നിട്ട് സജീവ? ഈടെ ഏത് പേപ്പറാണ് മണിക്കുന്നത്? അച്ഛൻ മരിച്ചതിന് ശേഷം ഈടെ പേപ്പർ വരുത്താറില്ല. എത്ര കാലമായി അച്ഛൻ മരിച്ചിട്ട്? അതൊരു 10-12 വർഷമായി കാണും. അപ്പോൾ 10-12 വർഷമായിട്ട് നിങ്ങളാരും പേപ്പർ വായിക്കാറില്ല? മാസം 10-250 ഉറുപ്പ്യ എന്തിനാ വെറുതെ കളയുന്നു? ആടെ ഓട്ടോ സ്റ്റാൻഡിൽ ദേശാഭിമാനി വരുത്തുന്നുണ്ട്. അപ്പോൾ പേപ്പർ വായിക്കാൻ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ വരണം. നാളെ മുതൽ ഇവിടെ മാതൃഭൂമി ഇടാൻ പറ. ഇതിലത്തെ എല്ലാം വേണോ? അതല്ല കോണ്ടം. ഡോട്ടയുടെ പ്ലെയിനോ? ഏതാ നല്ലത്? ഞങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാറില്ല. എന്റെ മൂപ്പർക്ക് ഇതൊന്നും തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടെന്താ, കുട്ടികൾ തുടരെ 4 ഡോട്ടഡ് മതി. ഇതാണ് ന്യൂജൻ പെണ്ണ്. ഫോട്ടോ എടുക്കാൻ നമുക്ക്. ഇനി അങ്ങോട്ട് തിരിഞ്ഞേ. ഇനി ഇങ്ങോട്ട്. സുഖല്ലേ? ഹണിമൂണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങും പോയില്ലേ? എന്നാ പിന്നെ നാളെ പോലെ കുട്ടികളെ കൊണ്ടുപോയിക്കൂടെ? ഓട്ടങ്ങളില്ലാത്തോണ്ട് ഒരു രസമില്ലാന്ന് എൽസിമോള് പറയണേ. ഞായറാഴ്ച എന്തായാലും 2 കൂടി വീട്ടിലേക്ക് വാ. ശരി, ബൈ. ആടെ നല്ല കക്കർച്ചിട്ടു. നിന്നോ, ഫോട്ടോ എടുക്കണ്ട നമുക്ക്. ഇത് എന്തൊരു ഉറക്ക? എണീക്ക് സജീവ. ഇന്ന് ഓട്ടം പോണ്ടേ മോനെ?
എന്താ? ഇന്ന് ഞായറാഴ്ച കുട്ടികളെ സ്കൂളിൽ വിടണ്ട. അപ്പൊ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും മാത്രമാണ് സജീവന്റെ പണി? വേഗം എണീക്ക്, അല്ലെ ഞാൻ തലയിൽ വെള്ളം കോരി വയ്ക്കും. എണീക്ക്. പോയി പല്ല് തേച്ച് കുളിച്ച് ഓട്ടം പോകാൻ നോക്ക്. ഞായറാഴ്ച നല്ല ഓട്ടം കിട്ടുന്ന ദിവസമാണ്. ആളുകളൊക്കെ കുടുംബത്തോടെ പുറത്തു പോകുന്ന ദിവസം. ഞാനിന്ന് എവിടെയും പോകുന്നില്ല. അമ്മ പറഞ്ഞത് 100% ശരിയാ. കുഴി മടിയാണ്. എന്താപ്പാ നാക്ക് ഓട്ടൊന്നും വേണ്ടേ? ഇങ്ങനെ പോയാൽ നമ്മുടെ ഗതി എന്താവും? രാജ്യത്ത് തേനും പാലും ഒഴുക്കുന്ന കേന്ദ്രം പറയണത്. പക്കെങ്കില് നമ്മുടെ മാഹിയിൽ ഒഴുകണത് വിസ്കിയും ബ്രാൻഡിയാ. വിലക്കുറവ് കാരണം കേരളത്തിൽ നിന്ന് ഈട അടിച്ച് പൂസാൻ ആളുകൾ വരണം. എന്റെ അഭിപ്രായത്തിൽ മാഹിയെ രക്ഷിക്കാൻ ഒറ്റ വഴിയുള്ളൂ, കേരളത്തിൽ ലയിക്കണം. നിന്റെ പൂതി മത്സരിക്കട്ടെ. പഠിച്ചൊന്നും ഇരിച്ചാലും മാഹി കേരളത്തിൽ ലയിക്കില്ല. അത് നടക്കില്ല. നമ്മളെ സജീവനെത്തിയല്ലോ. മീത്തലപ്പുറയിലെ സജീവൻ പെണ്ണ് കെട്ടി കണ്ണപുരം അവിടെ പോലത്തെ പെണ്ണ് മീത്തലപ്പുറയല്ലേ മോനെ കണ്ടാ അങ്ങനെ കഴിഞ്ഞ ശേഷം ഇവന് തിന്നലും കുടിക്കലൊന്നുമില്ല തോന്നുന്നു. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ടെസ്റ്റ് എടുത്തോ, നല്ല ക്ഷീണം ഉണ്ടാവും. ഇത് ആ റെസ്റ്റ് അല്ല, ഇത് സ്ഥിരമുള്ള റെസ്റ്റാ. റെസ്റ്റ് എടുക്കട്ടെ. സ്റ്റോപ്പ്. എനിക്ക് അത്യാവശ്യമായി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്താം. വേഗം പോട്ടെ. അതെ, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ട്രെയിൻ പിടിക്കാനാ മംഗലാപുരത്തേക്ക് പോയാൽ. അല്ല, ഫാസ്റ്റായിട്ട് പോയാലേ എത്തൂ. പൈസ എത്ര വേണമെങ്കിലും തരാം. ഞാൻ എത്തിക്കാം. ആ അല്ല മാഷേ, ഒന്ന് വേഗം വിട്. ആടെ എന്താ പാട്ട് കേൾക്കുന്നത്? അതോ, അത് പിന്നെ പാട്ടുപുരക്കാരുടെ ഗാനമേളയാ. പാട്ടുപുരക്കാരാ? പെണ്ണ് മുള്ളന്തിന് ഇല്ലിക്കൊലന്തിന് നാരന്തിന് കെട്ടാ